അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് കേരള ക്ഷേത്രകലാ അക്കാദമി. സ്വന്തമായി കെട്ടിടമെന്ന അധികൃതരുടെ പ്രഖ്യാപനവും എങ്ങും എത്തിയില്ല. സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും അക്കാദമിക്ക് സ്ഥലം പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ മാടായിക്കാവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിക്ക് സ്വന്തം കെട്ടിടം നിർമ്മിക്കുമെന്നത് പ്രഖ്യാപനത്തിലൊതുങ്ങി. ബജറ്റിൽ വർഷങ്ങളായി 3 കോടി രൂപ ഇതിനായി അനുവദിക്കുന്നുണ്ടെങ്കിലും കെട്ടിടം നിർമ്മാണ പ്രവൃത്തി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. സ്ഥലം ലഭിക്കാത്തതാണ് കെട്ടിട നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്നത്. വരദായിനി വിശ്രമ മന്ദിരത്തിലാണ് നിലവിൽ അക്കാദമി പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് നിലവിൽ അക്കാദമി. മനോഹരമായ തെയ്യം, മുഖത്തെഴുത്ത് ശില്പങ്ങൾ, ചുമർചിത്രങ്ങൾ, ലോഹശില്പങ്ങൾ, മരത്തിൽ കൊത്തിയെടുത്ത മനോഹര രൂപങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇവയെല്ലാം പ്രദർശിപ്പിക്കാനുള്ള സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഗാലറി പോലും ഇവിടെയില്ല. ക്ഷേത്രകലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള അവാർഡുകൾ, ഫെലോഷിപ്പ്, വിവിധ ക്ഷേത്രകലകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നതും കേരള ക്ഷേത്രകലാ അക്കാദമിയുടെ നേതൃത്വത്തിലാണ്. നിലവിൽ മോഹിനിയാട്ടം, ശാസ്ത്രീയ സംഗീതം, ചെണ്ട, ഓട്ടംതുള്ളൽ, ചുമർചിത്രം തുടങ്ങിയവയിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. 1000-ഓളം വിദ്യാർത്ഥികൾ ഇതിനകം ഇവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഇവിടെ നിന്നും സൗജന്യ പരിശീലനമാണ് നൽകി വരുന്നത്. മാടായിക്കാവിനോട് ചേർന്ന മനോഹരമായ രീതിയിൽ ഒരു കെട്ടിടം പണിയുകയാണെങ്കിൽ അത് ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു ക്ഷേത്രകലാ അക്കാദമി UDF ഭരണകാലത്ത് അനുവദിച്ചിട്ടുണ്ട്. അന്ന് ഇത് വളരെ കൊട്ടി ആഘോഷം പല നേരം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ഇടതുപക്ഷ സർക്കാർ വന്ന ശേഷം അതിന് ഭൂമിയും ഇല്ല, സ്ഥലവും ഇല്ല, പൈസയും ഇല്ലാത്തൊരവസ്ഥയാണ്. പുറത്ത് കേൾക്കുന്നതിന് 3 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. കാരണം മലബാറിന് അവഗണനയാണ്. കാരണം മലബാറും മാടായി പോലത്തെ പ്രദേശത്ത് ഇങ്ങനെ ഒരു അക്കാദമി വരികയും ഇവിടുത്തെ കുട്ടികൾക്ക് ചണ്ട, മറ്റ് കലാപരിപാടികൾ അവതരിപ്പിക്കാനും അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാനും. കാരണം തിരുവനന്തപുരത്താണ് ഇന്നെല്ലാം അതിൻ്റെ ആസ്ഥാനം വന്നത്. മലബാറിൽ കിട്ടുന്ന ഒരു അത്യാവശ്യവും ഈ പ്രദേശത്തിലെ കലാകാരന്മാരുടെ അത്യാവശ്യം ഇതായിരുന്നു. പക്ഷേ അത് ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. അതിന് അടിയന്തരമായി സർക്കാരും മറ്റു കലാകാരന്മാരും എല്ലാം ഇടപെട്ടിട്ട് അതിന് ഒരു ആസ്ഥാനം പണിയാനൊരു നടപടി സ്വീകരിക്കണം. സൗജന്യമായി അക്കാദമിക്ക് സ്ഥലം വിട്ടു നൽകാൻ ദേവസ്വം അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ക്ഷേത്രകലാ അക്കാദമിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ മറ്റ് അക്കാദമികൾക്ക് നൽകുന്ന രീതിയിൽ ഫണ്ട് ക്ഷേത്രകലാ അക്കാദമിക്കും അനുവദിക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.